മഹാരാഷ്ട്ര ഇലക്ഷനിലെ ബി.ജെ.പി എല്ലാ സെറ്റപ്പും ചെയ്ത് അതെല്ലാം നടന്നു. പക്ഷെ ബി.ജെ.പി മിസ്സായി പോയ ഒരാളുണ്ടായിരുന്നു. അതാണ് അസൗദ്ദീൻ ഉവൈസി. പുള്ളി AIMIM എന്ന പാർട്ടിയുമായിട്ട് മഹാരാഷ്ട്രയിൽ മത്സരിച്ച പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷവും നേടി, പുള്ളി ലീഡും നേടി, പുള്ളി അവിടെ അടിച്ചെടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ഹാലിളകിയിരിക്കുന്ന ബി.ജെ.പി നേതാക്കൾ എന്ന് നമ്മൾ കണ്ടു. മഹാരാഷ്ട്രയിൽ ഏകദേശം 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ നിന്നും 95ഓളം സീറ്റുകളാണ് ഈ പറഞ്ഞ ഉവൈസിയുടെ പാർട്ടി AIMIM നേടിയെടുത്തിട്ടുള്ളത്. മാലേഗാവ് പോലത്തെ സ്ഥലങ്ങളിലെ അവിടുത്തെ കിങ് മേക്കർ തന്നെ ആയിട്ടുണ്ട് ഉവൈസി. ഇത് കണ്ട് ഹാലിളകിയിരിക്കുകയാണ് സകല ബി.ജെ.പി പാർട്ടി നേതാക്കന്മാർക്കും. അതായത് ഒരു മുസ്ലിം ഭൂരിപക്ഷ പാർട്ടി മുംബൈയിൽ ഈ ശിവസേന നിൽക്കുന്നുണ്ട്, ശിവസേനയെ കവർ ചെയ്ത് ബി.ജെ.പി വരുന്നു, ബി.ജെ.പിനെയും കവർ ചെയ്ത് 95ഓളം സീറ്റ് നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി.ജെ.പിക്ക് അല്ലെങ്കിൽ ഈ വർഗീയ പാർട്ടിക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടുണ്ട്. മത്സരിച്ച് ജയിച്ച സ്ഥലങ്ങളിലൊക്കെ ഉവൈസി ഇന്നലെ പോയിട്ട് ആ ഒരു ആഹ്ലാദ പ്രകടനങ്ങളും അവിടുത്തെ ഡാൻസുകളും നമ്മൾ ഒരുപാട് ഞാൻ കാണിച്ചില്ല, നിങ്ങൾ കണ്ട സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് തല പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ബി.ജെ.പി. കാരണം മൊത്തത്തിൽ ഇങ്ങ് അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ സെറ്റിംഗ് അപ്പ് ചെയ്ത് വെച്ച സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ വോട്ട് കട്ടിയിട്ടും വോട്ട് നേടിയിട്ടും വോട്ട് ഏതൊക്കെ രീതിയിലൊക്കെ വോട്ട് പിടിക്കാൻ പറ്റും അങ്ങനെ എല്ലാം വോട്ട് പിടിച്ച് ചില സ്ഥലങ്ങളിൽ അവർ മിസ് ചെയ്ത ഒരു പാർട്ടിയാണ് സത്യം പറഞ്ഞാൽ AIMIM. അതുതന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഹരിയാന പോലത്തെ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ബീഹാർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഒരു വിജയത്തിന്റെ ഒരു ലെവലും നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടതാണ്. ഏകദേശം ഔറംഗാബാദിൽ 33 സീറ്റുകളാണ് ഈ പാർട്ടി അടിച്ചെടുത്തത്. അതുപോലെ തന്നെ മാലേഗാവിൽ 20 സീറ്റുകളിലാണ് ഈ പറഞ്ഞ മുസ്ലിം AIMIM പാർട്ടി നേടിയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, നന്ദേഡിൽ ഏകദേശം 15 സീറ്റോളം, അമരാവതിയിൽ ഏകദേശം 12 സീറ്റോളം, ദുലൈയിൽ ഏകദേശം 10 സീറ്റ്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷം എന്നുള്ളത് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും ഏകദേശം 95 സീറ്റുകളാണ് ഈ പാർട്ടി അടിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ ബി.ജെ.പി തരംഗം എന്നൊക്കെ നമ്മളിങ്ങനെ അടിച്ചു വിടുന്നുണ്ടെങ്കിലും ആ തരംഗത്തിൽ കൂടെ അദ്ദേഹം നേടിയെടുത്തത് 95 സീറ്റുകളാണ്. ചെറുതല്ല അവിടുത്തെ ഈ ഒരു ന്യൂനപക്ഷ പാർട്ടിയുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ട് കണ്ണ് തള്ളിയിട്ടാണ് ഏക്നാഥ് ഷിൻഡെ വന്ന് പറഞ്ഞത് ഒരു മുസ്ലിം പാർട്ടി, അതായത് AIMIM ഈ വളർച്ച രാജ്യത്തിന് ഭീഷണിയാണ്, അത് എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നലെ വന്നിട്ട് പുള്ളി അടിച്ചു വിട്ടത്. ഈ വിജയത്തിന്റെ പിന്നാലെ തന്നെ ഇന്നലെ രാത്രി വരെ ഈ പറഞ്ഞ പാർട്ടിയും അതേപോലെ അസൗദ്ദീൻ ഉവൈദിനെ പോലത്തെ ഈ പാർട്ടിയുടെ നേതാക്കളും അവിടെ വന്ന് ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളായിരുന്നു. ഇവരുടെ പാർട്ടിയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അത് പട്ടമാണ്, നമ്മുടെ പട്ടം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിജി ഹനുമാനെ വരെ മേലെ പട്ടം പറത്തി കളിച്ച് നമ്മൾ കണ്ടു. ആ പട്ടമായിരുന്നു ഈ പാർട്ടിയുടെ ചിഹ്നം എന്നുള്ളതും മറ്റൊരു ഒരു കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെയുള്ള സമയത്തും ഇന്നലെ പല മാധ്യമങ്ങളും, ഇവ മലയാള മാധ്യമങ്ങളിൽ വരുന്ന ബി.ജെ.പി ആദ്യമായിട്ട് മഹാരാഷ്ട്ര കോർപ്പറേഷൻ എടുക്കുക അല്ലെങ്കിൽ മുംബൈ കോർപ്പറേഷൻ എടുത്തു, കംപ്ലീറ്റ് അടിച്ചു വാരി എടുത്തു എന്ന് പറയുന്നൊക്കെ സമയത്തുണ്ടല്ലോ, ബി.ജെ.പിയുടെ 2017 സീറ്റിങ്ങും ഇപ്രാവശ്യത്തെ സീറ്റിങ്ങിന്റെ നിലയിലെ വ്യത്യാസങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ബി.ജെ.പി തൂത്തുവാരി നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, 2024 ലോക്സഭാ ഇലക്ഷനിൽ 240 സീറ്റിലോട്ട് ചുരുങ്ങിയിട്ടുള്ള ബി.ജെ.പി ഇപ്പം ഭരിക്കുന്നത് മറ്റ് 2 കുത്തുകാലികൾ വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം. ആ കുത്തുകാലികൾ ഏതെങ്കിലും രീതിയിൽ തിരിച്ചെടുക്കാൻ കോൺഗ്രസിന് അന്ന് പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇന്ത്യ ഗഠബന്ധന് അന്ന് പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ബി.ജെ.പി പ്രതിപക്ഷത്തിരിക്കുമായിരുന്നു. അന്ന് ബി.ജെ.പി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ തോറ്റു, ഇനി ഞങ്ങളൊരു തോൽവിയിലോട്ട് വരില്ല. അത് ഏത് രീതിയിൽ, വോട്ട് കട്ടിട്ടാണെങ്കിലും വോട്ട് വെട്ടിയിട്ടാണെങ്കിലും വോട്ട് ആഡ് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നാളെ ഇറക്കിയിട്ടാണെങ്കിലും SIR ഒക്കെ പോട്ടെ, SIR ലാസ്റ്റിലോട്ട് വന്നായിരിക്കുക. അതല്ലാണ്ട് രാഹുൽ ഗാന്ധി പുറത്തോട്ട് വിട്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ, രാഹുൽ ഗാന്ധി അന്ന് 3 പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഓരോ ഭാഗങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ബി.ജെ.പി ഇനി തോൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ RSS സംഘപരിവാർ തീരുമാനം എടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഇനി തോൽക്കില്ല, തോൽക്കാണ്ടിരിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകും, രാജ്യം കുട്ടിച്ചോറാക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ഭരണം പവർ ഞങ്ങൾക്ക് വേണം, പൈസ ഞങ്ങൾക്ക് വേണം. ആ തീരുമാനം കറക്റ്റ് ആയിരുന്നു. 2024 അവരൊന്ന് അഴഞ്ഞ സമയത്ത് അവർ കംപ്ലീറ്റ്ലി ഇവിടുന്ന് വാനിഷ്ഡ് ആയി പോകും എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് വീണ്ടും ആ പറഞ്ഞ ഏത് കടുങ്കൈ ചെയ്തിട്ടും ബി.ജെ.പി ജയിച്ചു വരണം, RSS സംഘപരിവാർ ജയിച്ചു വരണം എന്ന തീരുമാനത്തിൽ എത്തുന്നതും അത് നമ്മൾ ഈ പറഞ്ഞ ഇലക്ഷനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾ നോക്ക്, അന്ന് ഇന്ത്യ ഒട്ടുക്ക് അവരുടെ ആ ഒരു ആധിപത്യം ഇല്ലാണ്ടായ ഒരു സമയത്ത് അതിനുശേഷം വന്ന ഏത് സ്ഥലങ്ങൾ, നിങ്ങൾ ഹരിയാന എടുത്തോ, ബീഹാർ എടുത്തോ, നിങ്ങൾ മഹാരാഷ്ട്ര എടുത്തോ, ഈ സ്ഥലങ്ങളിലൊക്കെ നിയമസഭാ ഇലക്ഷനിലും മറ്റ് ലോക്കൽ ബോഡി ഇലക്ഷനുകളിലും അതായത് ചെറിയൊരു മാർജിൻ വെച്ചിട്ടെങ്കിലും ബി.ജെ.പിയുടെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികൾ 1000, 2000, 3000 വോട്ട് വെച്ചിട്ട് ഇങ്ങനെ ജയിച്ച് വന്നിട്ട് കേവല ഭൂരിപക്ഷത്തിലോട്ട് എത്തുന്നു. അല്ലെങ്കിൽ മറ്റ് അവിടുത്തെ പാർട്ടികളെ വിഘടിപ്പിച്ചിട്ട് ആ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ പാർട്ടികളുടെ ആളുകളെ ഞങ്ങളിലോട്ട് അടുപ്പിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? കാരണം കാശ് ഇഷ്ടം പോലെ ഉണ്ട്,
ഇലക്ട്രോൾ ബോണ്ടിന്റെ പേരിലും അല്ലാത്ത പേരിലും 10,000 കോടികളാണ് BJPയുടെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ പൈസയുടെ കൂടെ തന്നെ ED കയ്യിലുണ്ട്, NIA കയ്യിലുണ്ട്, CBI കയ്യിലുണ്ട്, ഈവൻ നമ്മുടെ കോടതികൾ പോലും കയ്യിലുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് ഇനി ഒരു പാർട്ടിക്ക് ഒരു ഏകാധിപത്യമായിട്ട് രാജ്യം ഭരിക്കാൻ വേറെ ഒന്നും വേണ്ട. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി BJP 2017 അവിടുത്തെ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 80 to 82 സീറ്റ് മാത്രമേ ഉള്ളൂ. ആ BJPക്ക് ഇപ്രാവശ്യം കിട്ടിയത് 88 സീറ്റുകൾ. അതായത് 4 സീറ്റിന്റെ വ്യത്യാസം മാത്രമേ BJPക്ക് ആയിട്ട് ഇപ്രാവശ്യമുള്ളൂ. ഇനി ശിവസേന ഉദ്ധവ് താക്കറെയുടെ സീറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ 66 സീറ്റുകളാണ് നേടിയിട്ടുള്ളത്. ഇനി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 28 സീറ്റുകളാണ് നേടിയത്. അതായത് ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയാണ്. ഈ ഭരണത്തിൽ ഇരുന്നിട്ട് പോലും ഇത്രയും കുറഞ്ഞ സീറ്റുകളാണ് ഷിൻഡെക്ക് കിട്ടിയിട്ടുള്ളത്. BJPയുടെ സപ്പോർട്ടും ഷിൻഡെയുടെ ഇതും കൂടെ ഉള്ളത് കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിൻഡെക്ക് ഇത്രയും സപ്പോർട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ഭരണത്തിന്റെ തിരിച്ചടി തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഈ ഗോദി മീഡിയകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കോൺഗ്രസ് ഒന്നും അപ്രസക്തമായിട്ട് ഈവൻ കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള എന്താ പറയാ പ്രചാരണം പോലും അവിടെ നടന്നിട്ടില്ല. കോൺഗ്രസിന്റെ നേതാക്കൾ പോയിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രചാരണം പോലും നടന്നിട്ടില്ല. കാരണം കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് ശിവസേന അല്ലെങ്കിൽ താക്കറെ കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കോൺഗ്രസ് അപ്രസക്തമാണ്. എന്നിട്ട് പോലും കോൺഗ്രസ് അവിടെ ഒരു തരത്തിലുള്ള പ്രചരണം നടത്തായിട്ട് പോലും 24 സീറ്റുകളാണ് കോൺഗ്രസ് അവിടെ നേടിയിട്ടുള്ളത്. അത് മാത്രമല്ല അവിടുത്തെ ഇപ്പം രാജ് താക്കറെയുടെ പാർട്ടി 6 സീറ്റുകളാണ് അവിടെ നേടിയിട്ടുള്ളത്. ഇനി ഉദ്ധവ് താക്കറെയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ പാർട്ടി പിളർന്ന്, അതായത് അവരുടെ ബ്രദേഴ്സ് അവർ തമ്മിൽ പിരിഞ്ഞ് ഔദ്യോഗിക ചിഹ്നം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പുതിയ ചിഹ്നത്തിൽ മത്സരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഉദ്ധവ് താക്കറെ 66ഓളം സീറ്റുകൾ അവിടെ നേടിയിട്ടുള്ളത്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. അത് കോട്ടമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. പിന്നെ മുംബൈയിലെ താക്കറെ കുടുംബത്തിന്റെ സ്വാധീനം പോയി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇത്തരത്തിലുള്ള ചില ഗിമിക്കുകളും കളികളും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചെറിയൊരു സീറ്റിന്റെ ചേഞ്ചസ് അവിടെ വന്നിട്ടുള്ളത്. ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിട്ട് പോലും ഏക്നാഥ് ഷിൻഡെക്ക് അവിടെ വലിയൊരു നേട്ടം ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ആകെ കിട്ടിയിട്ടുള്ള 28 സീറ്റുകൾ മാത്രമാണ് ഈ ഷിൻഡെ ശിവസേന വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ തൂത്തുവാരി അടിച്ചെടുത്തു എന്നുള്ളതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ പറഞ്ഞതിലല്ല കറക്റ്റ്. അവിടെ ചെറുതായിട്ട് നടത്തിയിട്ടുള്ള ചെറിയ സെറ്റിംഗ് അപ്പ് അല്ലെ സെറ്റപ്പുകൾ, അത് EVM-ലാണെങ്കിലും വേണ്ടില്ല, മറ്റ് ഈ വോട്ടിംഗ് എന്താ പറയുക മറക്കുന്നതും തിരിക്കുന്നതുമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു രീതിയിലുള്ള ഷോപ്പിംഗ് നടന്നിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളം പോലത്തെ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള സെറ്റിംഗ് അപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക്, പാർട്ടിക്കാർക്ക് മാത്രമല്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ നോക്കാൻ പറ്റാത്തത്. ഒരു സ്ഥലത്ത് അവർ ആഞ്ഞു പരിശ്രമിച്ചു. ഇവിടെ അവരുടെ ഉദ്ദേശം തൃശ്ശൂർ മാത്രമായിരുന്നു അല്ലേ, നമ്മുടെ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാം നമുക്ക് പ്രശ്നമില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് അവിടെ മാത്രം അവർ സുരേഷ് ഗോപിയുടെ വീട്ടുകാരും നാട്ടുകാരും ഈവൻ അയൽവക്കക്കാരും അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാർക്ക് വരെ ഈ പറഞ്ഞ തൃശ്ശൂർ കൊണ്ട് വോട്ട് ചേർത്തി, അങ്ങ് പാലക്കാട് നിന്ന് വരെ ഇങ്ങോട്ട് കൊണ്ട് വോട്ട് ചേർത്തി, അപ്പുറത്ത് പൊന്നാനി വരെയുള്ള മറ്റേ എന്താ പറയുക നമ്മുടെ BJPക്കാർ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് ജയിച്ചു പോയതാണ്. അതിനുശേഷം അത് എന്താ പറയുക അങ്ങ് വിട്ട് കളഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ആരും പോവാത്തതുകൊണ്ട് പിന്നാലെ പോയിട്ടും കാര്യമില്ല. നമ്മളിപ്പം ഈ പറഞ്ഞ ഇതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ 2, 3, 4 വർഷം കഴിയുമ്പോഴേക്കാണ് ഇതിനുള്ള ഒരു കേസും തീരുമാനങ്ങളൊക്കെ എത്തുക. അപ്പോഴേക്കും നമ്മൾ CCTV മറച്ചു കളയുന്നുണ്ട്. നമ്മൾ സകല തെളിവുകളും കൊടുക്കാത്ത രീതിയിൽ നമ്മളെ എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കേരളത്തിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം അവർ പിടിച്ചു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടെ ബോധവും വിവരം ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ BJPക്ക് അത്തരത്തിലുള്ള ഒരു കളി അതിന്റെ ഇടയിൽ കൂടെയുള്ള ഈ പറഞ്ഞ ജുംല പരിപാടികൾ ചെയ്യാൻ പറ്റാതായി പോയത്. പക്ഷെ ഇവിടെ നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ സ്ഥലത്തും ഇപ്പം ഒരു കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ട മേലായിട്ട് അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് കിട്ടുന്ന പാർട്ടികളെ കയ്യിൽ വെച്ചിട്ടായിരിക്കും BJP എല്ലാ സ്ഥലത്തും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് അവരുടെ ഒരു പ്ലാൻഡ് ആക്ട് തന്നെയാണ്. ഈ 2024 അടി കിട്ടിയതിന് ശേഷമുള്ളത് അത് തന്നെ അവർ തുടർന്നുകൊണ്ടിരിക്കും. അത് ക്രോസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടും ഈ സ്ഥലങ്ങളിൽ പാർട്ടിക്കാർക്ക് മാത്രമല്ല ഇവിടുത്തെ വോട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ചെറിയൊരു രാഷ്ട്രീയ ബോധം ഉള്ളിലുള്ളത് കൊണ്ട് അവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ നാട്ടിൽ ഇത്രയും പേരുണ്ട്, ഞങ്ങൾക്കറിയാം ഇത്രയും ആളുകൾ ഈ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ തിരിച്ച് അതല്ലാത്ത റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ നിരത്തിലിറങ്ങും എന്ന് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ് BJPക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ വേണ്ട പോലെ കൈവെക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. ഇനി പല സ്ഥലങ്ങളിലും മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലല്ലോ ഈ ഷിൻഡെയുടെ പക്ഷത്തിനേക്കാളും കൂടുതൽ വോട്ട് നേടിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അങ്ങനെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഉദ്ധവ് താക്കറെയുടെയും അതുപോലെ തന്നെ രാജ് താക്കറെയുടെയും ഒക്കെ പാർട്ടി ഇവര് പിളരാണ്ട് അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ കോൺഗ്രസും കൂടി നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഒരു മുന്നേറ്റം ഒന്നും ഈ പറഞ്ഞ മഹാരാഷ്ട്രയിൽ ഉണ്ടാവില്ലായിരുന്നു. BJPയുടെ എപ്പോഴത്തും ഒരു തന്ത്രമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ എങ്ങനെ ഭരിച്ചു, ആദ്യം അവർ ഭിന്നിപ്പിക്കും, ഒരു പാർട്ടിനെ അവർ ഭിന്നിപ്പിക്കും, പിന്നെ അതിൽ നിന്ന് 1-2 നേതാക്കൾ അവർ ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ആ പാർട്ടിനെ ഇല്ലാണ്ടാക്കുന്നതാണ് നമ്മൾ എപ്പോഴും പല സ്ഥലങ്ങളിലായിട്ട് കണ്ടത്. പിന്നെ ആ പാർട്ടിയിലെ ബാക്കിയുള്ളവർ ഈഡിനെ കാണിച്ചിട്ടും എന്നെ കാണിച്ചും പേടിപ്പിച്ച് വെക്കും. ഇതാണ് എല്ലായിടത്തും നടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സഖ്യങ്ങളും ഒരുമിച്ച് കൂടി നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ചെറിയൊരു ഭൂരിപക്ഷം പോലും ഈ BJPക്കോ അല്ലെങ്കിൽ ഈ മഹായുക്തിക്കോ ഉണ്ടാവില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള ആളുകളുടെ
ഒരു വിലയിരുത്തൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ തോന്നുന്നത് ഈ സീറ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ടോട്ടൽ സീറ്റുകൾ തന്നെ നിങ്ങൾ എടുത്ത് നോക്കി, ഇപ്പം BJPയും എന്താ പറയുക ഷിൻഡെയും കൂടെ, അതായത് ഏക്നാഥ് ഷിൻഡെയും കൂടെ ടോട്ടൽ അവർ നേടിയത് 115 സീറ്റാണ്. അപ്പോൾ നമ്മൾ പറയുക BMC നമ്മൾ നോക്കുകയാണെങ്കിൽ 115 സീറ്റുകളാണ് അവർ നേടിയിട്ടുള്ളത്. അതിൽ തന്നെ ഉദ്ധവ് താക്കറെയും ശിവസേന പാർട്ടി നേടിയിട്ടുള്ള എത്ര, കോൺഗ്രസും ചേർന്ന് നേടിയിട്ടുള്ള 98 സീറ്റുകളാണ്. അതായത് ഒരു 17 സീറ്റിന്റെ ഡിഫറൻസ് മാത്രമേ ഇതിന്റെ ഇടയിൽ വരുന്നുള്ളൂ. നമ്മൾ ഈ തൂത്തുവാരി എന്ന് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ BMCയിൽ വെറും 17 സീറ്റുകളുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. ഇപ്പോൾ ലാത്തൂർ നഗരസഭ പോലത്തെ ചില സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം കോൺഗ്രസിന് 43 സീറ്റ് കിട്ടുന്ന സ്ഥലത്ത് BJPക്ക് 23 സീറ്റ് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. അതായത് ചില സ്ഥലങ്ങളിൽ അവർ ഒന്നും ചെയ്യാണ്ട് നോർമലാക്കി വിടും, നോർമലൈസ് ചെയ്ത് വിടും. അതേ സ്ഥാനത്ത് അവർക്ക് പിടിക്കേണ്ട സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള എല്ലാ ചേഞ്ചസും അവർ, അത് EVM ആണെങ്കിലും മറ്റ് ഏതൊക്കെ രീതികളുണ്ട് ആ രീതികളിലൊക്കെ ആയിട്ടും അവർ ചെയ്തു വെക്കുന്നത്. അത് തന്നെയാണ് പലവട്ടമായിട്ട് രാഹുൽ ഗാന്ധി മാത്രം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സഖ്യകക്ഷികൾ ഒരാൾക്ക് പോലും വേണ്ട പോലെ അത് സംസാരിച്ചല്ലെങ്കിൽ അതിൻ്റെ ഒരു വരും വരിയായികളെ പറ്റി ചിന്തിക്കാനുള്ള കഴിവില്ല. അവർ തോറ്റ് അവരുടെ രാഷ്ട്രീയ ഭാവി പോലും ഇല്ലാണ്ടാവുന്ന സമയത്താണ് അവരുടെ മനസ്സിലോട്ട് ഇത്തരത്തിലുള്ള ചിന്തകൾ കയറി വരുന്നത്.